ഇന്നത്തെ ഇത് ഒരു സ്പെഷ്യൽ കോംബോ ആണ്. നല്ലൊരു കിടിലൻ റൈസ് ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ ഒപ്പം കഴിക്കാനായിട്ട് ഒരു ചില്ലി ചിക്കൻ്റെയൊക്കെ ടേസ്റ്റിലൊരു എഗ് ചില്ലിയാണ് കേട്ടോ. ഈ റൈസ് ചപ്പാത്തി എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ഒരു കിടിലൻ ചപ്പാത്തി ഉണ്ടാക്കിയതാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ ഇവിടേക്ക് തന്നെ പോവാം. ആദ്യം നമുക്ക് ചപ്പാത്തിക്കുള്ള മാവൊന്ന് കുഴച്ച് വയ്ക്കാം. 1 കപ്പ് ചോറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് ഉച്ചയ്ക്ക് നമ്മൾ വെച്ച ചോറാണ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളമാണ്. ഇനി ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണേ. നമ്മളിപ്പോൾ മട്ടേരിയാണ് എടുക്കുന്നതെങ്കിൽ അതെടുക്കാം, അല്ല വെള്ളേരിയുടെ ചോറാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. പക്ഷേ മട്ടേരി ആകുമ്പം കളർ ചെറിയൊരു വ്യത്യാസം കാണും. വെള്ളേരിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. ഇതുപോലെ നല്ല മഷി പോലെ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പരന്ന ബേസിനിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനൊക്കെ ഏതാ സൗകര്യം എന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത്രയും ചേർത്ത് കൊടുക്കാമേ. ആദ്യം നമ്മൾ മൈദയിലും ഈ ഒരു ചോറിൻ്റെ കൂട്ടിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് കുഴച്ച് പരുവപ്പെടുത്തി എടുക്കുന്നത്. പിന്നീട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ നമ്മൾ കഴിക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. പക്ഷേ സാധാരണ നമ്മൾ ഗോതമ്പിൻ്റെയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുമ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച് കുറേ സമയം കഴിഞ്ഞാലും അത് കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ഈ ഒരു ചപ്പാത്തി നമ്മൾ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. തണുത്ത് കഴിയുമ്പം ചെറുതായിട്ട് അതിൻ്റെ അരികു ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് കട്ടിയായതുപോലെ ഇരിക്കുകയും അങ്ങനെ നമ്മളിത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല മാർദ്ദവമായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എണ്ണയൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കും. നമ്മളിതുപോലെ മാവ് കുഴയ്ക്കുമ്പോഴും അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേളിൽ ഒഴിച്ച് കൊടുക്കുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ അത്രത്തോളം എണ്ണ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് പരുവപ്പെടുത്തി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ചില്ലി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളൊരു കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പം 5 മുട്ടയാണ് പുഴുങ്ങിയത്, അത് ഇട്ട് കൊടുക്കുവാണേ. അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ പൊടിക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണേ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം. പിന്നെ ആ കടായിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 അത്യാവശ്യം വലിയ സവോള 2 എണ്ണമാണ് കേട്ടോ അതെടുത്തിട്ടുണ്ട്. ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കവും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അപ്പം ഈ ഒരു ഷേപ്പിലല്ല എന്നുണ്ടെങ്കിൽ ചില്ലി ചിക്കൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നമ്മൾ സവോളയൊക്കെ അരിയത്തില്ലേ, ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിതിപ്പോൾ മുട്ട ആയതുകൊണ്ട് ഈ ഒരു രീതിയിൽ അങ്ങ് കട്ട് ചെയ്തതേ ഉള്ളേ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല, ഏകദേശം 1 ടീസ്പൂണോളമൊക്കെ മതി, ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചിക്കൻ മസാല യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണ് ഗ്രീൻ ചില്ലിയുടെ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു എഗ് ചില്ലിക്ക്. അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാമേ. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കുന്നതാണ് ഈ ഒരു തക്കാളിക്കും അതുപോലെ തന്നെ സവോളയ്ക്കൊക്കെ ചെറിയൊരു ക്രഞ്ചിനെസ് ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് കട്ടിയാക്കുകയും അതുപോലെ തന്നെ ലൂസാക്കുകയൊക്കെ ചെയ്യാം. ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് ചൂടാക്കി ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അതൊന്ന് വരഞ്ഞതിന് ശേഷം ആണ് നമ്മൾ നേരത്തെ പൊടിയിലേക്കും എണ്ണയിലേക്കൊക്കെ ഇട്ട് കൊടുത്തത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കണേ. ലാസ്റ്റ് നമ്മൾ മല്ലിയില ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം, കാരണം അതൊരു
പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഞാൻ ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ശരിയാക്കി എടുക്കാമേ. ഇതുപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ പരത്തിയതിന് ശേഷം സൺഫ്ലവർ ഓയിൽ നടുക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. മടക്കിയതിന് ശേഷം വീണ്ടും സൺഫ്ലവർ ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കാം. ഞാനത് മൊത്തം പരത്തി വെച്ചേക്കുവാണ്. ഇതിങ്ങനെ ട്രയാങ്കിൾ തന്നെ വേണമെന്നില്ല, റൗണ്ട് ഷേപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചതുരത്തിലോ വേണമെങ്കിലും ചെയ്യാമേ. അങ്ങനത്തെ നമ്മളിത് നല്ല നൈസായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ആദ്യം ഒരു 3-4 മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ പരത്തിയത്. പിന്നെ സമയം പോകുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമെന്ന് പറയുന്നത് റൗണ്ടാണ് കേട്ടോ. അങ്ങനെ തന്നെ ചെയ്തേ. അങ്ങനെ നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മറിച്ചിട്ട് കൊടുക്കണേ. പെട്ടെന്ന് തന്നെ ഇത് വീർത്ത് പൊങ്ങി വരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാറായി. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.